ആലിലും കമ്മ്യൂണിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് പാസ്പോർട്ട് എങ്ങനെയാണ് റിന്യൂവൽ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പുതിയൊരു പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. രണ്ടിൻ്റെയും സെയിം പ്രോസസ്സ് തന്നെയാണെങ്കിലും കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. പുതിയതെടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്ര മാത്രമേ ഡിഫറൻസ് വരുന്നിട്ടുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഗൂഗിൾ വെബ് ബ്രൗസറിൽ നമുക്ക് പാസ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പാസ്പോർട്ട് സേവ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാകും. ഇപ്പോൾ ഇതൊരു തൽക്കാൽ അഡ്വൈസറിൻ്റെ ഒക്കെ ഒരു പോപ്പ് വിൻഡോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ കാണാം ന്യൂ യൂസർ രജിസ്ട്രേഷനും കാണാം, എക്സിസ്റ്റിംഗ് യൂസർ ലോഗിനും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിലും നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് രജിസ്റ്റർ ഒക്കെ ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്കിവിടെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും. നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനാണ്. അപ്പോൾ രജിസ്റ്റർ ടു അപ്ലൈ അറ്റ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാസ്പോർട്ട് ഓഫീസാണ്. പിന്നെ ഏതാണ് പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക, സർനെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് നമ്മുടെ മെയിൽ ഐ ഡി തന്നെയാണോ നമ്മുടെ പാസ്വേഡായിട്ടും ലോഗിൻ ഐ ഡി ആയിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അത് എസ് ആണ് എസ് കൊടുക്കുക, നോ ആണ് നോ കൊടുത്ത് നമുക്ക് പുതിയ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഇമെയിലിലോട്ട് നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ മെയിലിൽ ക്ലിക്ക് ചെയ്തതോടുകൂടി നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമുക്കിവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവുക. നമുക്കിവിടെ ആപ്ലിക്കൻ്റ് ഹോം എന്നുള്ളത് കാണാം, അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ടും കാണാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ഓപ്ഷനാണ്. അതുപോലെ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിനകത്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ നോക്കാൻ പോകുന്നത് റീഇഷ്യൂ ഓഫ് പാസ്പോർട്ടാണ്, അതായത് റിന്യൂവൽ ആണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് യു ക്യാൻ ഫിൽ ആപ്ലിക്കേഷൻ ബൈ ക്ലിക്കിംഗ് ബിലോ ലിങ്ക്. അതായത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് പാസ്പോർട്ടിൻ്റെ ടൈപ്പാണ്. അപ്പോൾ ഫ്രഷ് പാസ്പോർട്ടാണോ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിന്യൂവൽ ആണ്. അപ്പോൾ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ടിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സ്പെസിഫൈ ആയിട്ടുള്ള റീസൺ ഉണ്ടോ ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ചേഞ്ച് എന്തെങ്കിലും വരുത്താനുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ തന്നെ നമുക്ക് ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പേഴ്സണൽ പർട്ടിക്കുലേഴ്സ് എന്ന് കാണുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസിൽ മാറ്റാനുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കാണാൻ പറ്റും ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഡാമേജ്ഡ് പാസ്പോർട്ടാണോ, ലോസ്റ്റ് ആണോ, അതോ വാലിഡിറ്റി എക്സ്പയർ ചെയ്തിട്ട് 3 വർഷം മുമ്പ് എക്സ്പയർ ചെയ്തതാണോ, അതോ ഇപ്പോൾ എക്സ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണോ നിങ്ങൾക്ക് വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത് ചോദിക്കുന്ന ആപ്ലിക്കേഷൻ ടൈപ്പാണ് ചോദിക്കുന്നത്. അപ്പോൾ നോർമലാണോ തൽക്കാലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നോർമൽ ആണെങ്കിൽ നമുക്ക് 1500 രൂപയാണ് വരുന്നത്. തൽക്കാലാണെങ്കിൽ നമുക്ക് 3500 രൂപയാണ് വരുന്നത്. 1500 രൂപ ഇവിടുന്ന് പേയ്മെൻറ്റും ബാക്കി പേയ്മെൻറ്റും അവിടെ ചെന്നിട്ടുമാണ് കേട്ടോ ചെയ്യേണ്ടത്. അടുത്ത് ചോദിക്കുന്ന ബുക്ക്ലെറ്റ് ടൈപ്പാണ്. 36 പേജാണോ 60 പേജാണോ എന്ന്. ഇപ്പോൾ സാധാരണ ഉള്ളവർക്കൊക്കെ നോർമലായിട്ട് എടുക്കുമ്പോൾ നമ്മൾ 36 പേജാണ് എടുക്കുന്നത്. എപ്പോഴും ട്രാവലൊക്കെ ചെയ്യുന്നവർക്കാണ് കൂടുതൽ പേജിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഗിവൺ നെയിമും സർനെയിമും ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതേപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ജെൻഡർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറെ ഏതെങ്കിലും നെയിമിൽ നിങ്ങൾ അറിയപ്പെടുന്നുണ്ടോ എന്നാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട് യെസ് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. പിന്നെ ഹാവ് യു എവർ ചേഞ്ച് യുവർ നെയിം, നമ്മുടെ നെയിം ഇത് മുന്നേ എപ്പോഴേലും മാറ്റിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അടുത്ത് വരുന്നത് പ്ലേസ് ഓഫ് ബർത്ത് ഔട്ട് ഓഫ് ഇന്ത്യ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്.
പിന്നെ പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണെന്ന് വെച്ചാൽ ആ സ്ഥലത്തിൻ്റെ പേരൂടെ കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക, മാരിറ്റ് സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പാൻ കാർഡിൻ്റെ വോട്ടർ ഐ ഡി നമ്പർ നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. അടുത്ത ചോദിക്കുന്ന എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ പാരൻസ് മൈനർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരൻസ് ഗവൺമെൻറ് ജോലിക്കാരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൗസോ ആരെങ്കിലും ഗവൺമെൻറ് ജോലിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്, അതനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നോൺ ECR കാറ്റഗറി അത് നമ്മൾ ഓൾറെഡി എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള നമുക്ക് ഗൈഡൻസ് നമുക്ക് നോക്കിയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അടുത്ത ആധാറിൻ്റെ നമ്പറാണ്, അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ആധാർ നമ്പർ കൊടുക്കുന്നവർ ഇവിടെ ഐ അഗ്രി എന്നുള്ളിടത്ത് യെസ് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നതായിരിക്കില്ല കേട്ടോ. അപ്പോൾ നോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആധാർ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. യെസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ അഗ്രി കൊടുത്ത് നമുക്ക് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം നമ്മളിവിടെ സേവ് മൈ ഡീറ്റെയിൽസ് എടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഡാറ്റയിലൊക്കെ എന്തെങ്കിലും നമുക്ക് മിസ്റ്റേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ബാക്ക് വന്നിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതൊന്ന് സേവ് മൈ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വേണം ഫ്രണ്ടോട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം നെക്സ്റ്റ് പോവുക. അടുത്തത് വരുന്നത് ഫാമിലീൻ്റെ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് കഴിഞ്ഞ് അടുത്തത് വരുന്ന ഫാമിലി ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ നെയിമാണ് കൊടുക്കേണ്ടത്. ഫാദറിൻ്റെ നെയിം കൊടുക്കുക, അതുപോലെ തന്നെ മദറിൻ്റെ നെയിം കൊടുക്കുക. പിന്നെ ലീഗൽ ഗാർഡിയൻ ഉണ്ടെങ്കിൽ അവരുടെ നെയിം കൂടെ കൊടുത്ത് നെക്സ്റ്റ് പോകാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ പ്രസൻറ്റ് റെസിഡൻഷ്യൽ അഡ്രസ്സാണ്, നമ്മുടെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ പ്രസൻറ്റ് അഡ്രസ്സ് കൊടുക്കുക, അതുപോലെ തന്നെ വില്ലേജ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എവിടെയാണോ നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ വരുന്നത് അത് കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത് വരുന്നത് എമർജൻസി കോൺടാക്റ്റ് ആണ്. അത് നമുക്ക് വീട്ടിലുള്ള ആരുടെയെങ്കിലോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ ആരുടെ വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ അഡ്രസ്സും കൊടുക്കുക. മെയിൽ ID ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതിയാകും കേട്ടോ. അടുത്ത് വരുന്ന അതർ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് ഓർ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. പാസ്പോർട്ടിൻ്റെ നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സ്പയറി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എവിടെയാണ് ഇഷ്യൂ ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പാസ്പോർട്ട് തന്നെ നോക്കി ക്ലിയർ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്ത് സേവ് മൈ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ തന്നെയാണോ, നമ്മൾ കൊടുത്തിരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി എന്നിട്ടും എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് ഓഫീസിൽ പോകുന്ന സമയത്ത് നമ്മൾ അവർ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ ഒന്നുകൂടെ കൺഫേം ചെയ്ത് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ എന്നാലും പരമാവധി നമ്മൾ ഇപ്പോൾ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക കേട്ടോ. അടുത്ത അതർ ഡീറ്റെയിൽസിലാണ് വരുന്നത്. അതിൽ നമുക്ക് എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ സെൽഫ് ഡിക്ലറേഷൻ ഫോമാണ്, അതോടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതെങ്ങനെയാണ് നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ഏതാണോ കറക്റ്റായിട്ട് ഡേറ്റ് നമുക്ക് പറ്റുന്ന ഡേറ്റ് വരുന്നത് ആ ഡേറ്റിൽ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ റെഡ് കളറിലുള്ള എല്ലാം ഇല്ലാത്തതും ഗ്രീൻ കളറിൽ വരുന്നതെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ടൈമുമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റിലോട്ടാണ് വരുന്നത്. നോർമലാണ് 1500 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. തൽക്കാലമാണെങ്കിൽ 3500 രൂപയാണ് വരുന്നത്. പേയ്മെൻറ്റ് നമുക്ക് ഏത് UPI ഉപയോഗിച്ചോ കാർഡ് ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. പേയ്മെൻ്റ് ഒക്കെ ഫെയിലായെന്നുണ്ടെങ്കിലും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വന്നാൽ വ്യൂ ഓർ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ആപ്ലിക്കൻ്റ് ഹോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വ്യൂ സേവ്ഡ് ഓർ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ ഉള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത്, ആരുടെയാണോ സെലക്ട് ചെയ്യേണ്ടത് അവരെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റൊക്കെ ഒരു പ്രാവശ്യം കേട്ടോ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, പിന്നീട് ചെയ്യാൻ നിൽക്കരുത്. അപ്പം അതൊക്കെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഡോക്യുമെൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല, വേണ്ടവർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം നമ്മൾ പോകുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റും കൊണ്ട് പോയാൽ മതി, അല്ലാതെ ചെയ്ത് കൊടുക്കാൻ നിർബന്ധമില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡിജി ലോക്കറിൻ്റെ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക്
അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പാസ്പോർട്ട് നമ്മളൊരു പുതിയ അപ്ലൈ ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് റിന്യൂവലിന് വരുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ തിരുത്താനുണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏതാണോ ആവശ്യമുള്ള സർവീസ് അതിനനുസരിച്ച് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്കിവിടെ ഹോമിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ചെക്ക് അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി എന്ന് കാണാൻ വേണ്ടി പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നൊക്കെയാണ് ഡേറ്റ് ഉള്ളതെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. പാസ്പോർട്ട് ഓഫീസ് ഏതാണോ വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇവിടെ ക്യാപ്ച കോഡ് കാണാൻ വേണ്ടി പറ്റും, അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെക്ക് അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏതൊക്കെ ദിവസമാണ് ഡേറ്റ് ഉള്ളത് എന്നുള്ളത്. അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ